ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പേഷ്യൻസ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരും, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേഷ്യൻസാണ്. ഇവിടെ പ്രിയപ്പെട്ട ജോമോൻ അച്ഛൻ ഇരിപ്പുണ്ട്. ഡോക്ടർ ഗംഗാധരനോട് ഞാൻ ചോദിച്ചു, ജോമോൻ അച്ഛനെ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ ക്യാൻസർ രോഗം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ജോമോനച്ഛന് വേണ്ടി വൈദിക സെമിനാരി കുടുംബം, പരിശുദ്ധ സഭ, പരിശുദ്ധ ബാവ, എല്ലാ തിരുമേനിമാരും അച്ഛന്മാരും സഭാമക്കളും പ്രാർത്ഥിച്ചു. തീർന്നു പോകും, കടന്നു പോകും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലെത്തിയപ്പോഴും ജോമോനച്ഛനെ ദൈവത്തിൻ്റെ കരുണയാൽ കൈപിടിച്ചുയർത്തി ക്യാൻസർ രോഗത്തിൻ്റെ അപ്പുറം എത്തിക്കാനായി ഡോക്ടർ വി പി ഗംഗാധരന് സാധിച്ചു. പരിശുദ്ധ ബാബ തിരുമേനി, ഒരു മിനിറ്റ്. ഡോക്ടർ വി പി ഗംഗാധരൻ്റെ ഒരു ആഗ്രഹമാണ്, ജോമോനച്ഛൻ ഡോക്ടർ വി പി ഗംഗാധരനിൽ നിന്ന് ലഭിച്ച ആ സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷ ഒരു മിനിറ്റ് കൊണ്ട് പറയും. പരിശുദ്ധ ബാബ തിരുമേനി, അഭിമന്യരായ പിതാക്കന്മാരെ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാന്യനായ ബെഞ്ചമിൻ കോശി സാറ്, ഏറ്റവും ആദരണീയനായ വി പി ഗംഗാധരൻ സാറ്, പ്രിയ റബ്ബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സ്നേഹിതരെ, ഡോക്ടറെ സംബന്ധിച്ച് 13 വർഷം മുമ്പ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ വാർഡിൽ കിടക്കുമ്പോൾ ഡോക്ടറിൻ്റെ ആ മുഖം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തും. അന്ന് സെമിനാരിയിൽ 1-ാം വർഷം വിദ്യാർത്ഥിയായി 21 വയസ്സായിട്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതെല്ലാം മിക്കവാറും കോളേജ് സ്റ്റുഡൻസും സ്കൂളിൽ പഠിക്കുന്ന കുറേ ചെറുപ്പക്കാരാണ്. ഞങ്ങൾക്ക് ഈ ഡോക്ടർ ഒന്നും പരിശോധിച്ചില്ലെങ്കിലും ഡോക്ടർ ആ വാർഡ് വഴി ഒന്ന് വരുന്നത് ഞങ്ങൾ നോക്കും. കാരണം ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകിച്ചൊന്നും നോക്കണ്ട, തോളിലൊന്ന് തട്ടിയിട്ട് ഹലോ എന്തുകൊണ്ട് സുഖമാണോ ഇത്രയൊന്ന് ചോദിച്ചാൽ മതി. ഡോക്ടറുടെ ആ ഒരു പ്രസൻസ് ഈ പേഷ്യൻസിൽ ഒരു പ്രത്യേകമായ ഊർജം കൊടുക്കും. ഇത് ഒരു കഴിവിൻ്റെ ഒരു കാര്യമല്ല എന്ന് ഞങ്ങളപ്പോൾ പറയും. ഡോക്ടർക്ക് ദൈവം കൊടുത്ത ഒരു വരദാനത്തിൻ്റെ ഒരു പ്രസരണം മാത്രമാണ് ആ സമയത്ത് ഈ പേഷ്യൻസിൽ ഉണ്ടാക്കുന്നത്. ഡോക്ടറിൻ്റെ കീമോതെറാപ്പിയേക്കാൾ കൂടുതലും ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ഡോക്ടറുടെ പായസ തെറാപ്പിയാണ്. അന്ന് ഈ ഓണത്തിൻ്റെ അവധി സമയത്തൊക്കെ മിക്കവാറും ഡോക്ടേഴ്സൊക്കെ ലീവ് എടുത്ത് പേഷ്യൻസുമൊക്കെ അവധി എടുക്കുന്നതായ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ട്രീറ്റ്മെൻ്റ് ഒന്നും കാണുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്ക് അന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. അന്ന് ഒരു തിരുവോണ നാളിൽ രാവിലെ വീട്ടിൽ നിന്നും ഒരു മൊന്തയിൽ, കൈപ്പിടിയിലുള്ള ഒരു മൊന്തയിൽ പായസമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഡോക്ടറുടെ പത്നിയായിരിക്കുന്ന ചിത്ര മാഡം ഉണ്ടാക്കി കൊടുത്ത പായസവുമായിട്ട് ഓരോ പേഷ്യൻസിൻ്റെ അടുക്കൽ വന്ന് എടുത്തു കൊടുക്കുന്ന ഒരു ഡോക്ടറെയാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടറുടെ കീമോതെറാപ്പി എന്ന് പറയുന്ന ഒന്നിനേക്കാൾ ഉപരി ഓർമ്മയിൽ നിൽക്കുന്നത് എപ്പോഴും ആ ഒരു പായസ തെറാപ്പിയാണ്. കാരണം ഡോക്ടറുടെ പ്രസൻസ് അങ്ങനെയാണ്. രോഗിയുടെ കൂടെ കയറി കട്ടിലേൽ ഇരുന്ന് തോളത്ത് തട്ടി എന്തോ ഉണ്ട്, ഈ മറ്റ് നിങ്ങൾ രോഗിയൊന്നുമല്ല കേട്ടോ, നിങ്ങളൊരു ടൂറിന് വന്നതാണെന്നുള്ളൊരു ഫീലിങ്ങിൽ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതായ ഒരു മെത്തേഡ്, അത് ഭയങ്കരമായിട്ട് രോഗികളെ സ്വാന്തനപ്പെടുത്തുന്നു. ഒരു പുതിയ മേഖലയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ആ ഒരു ശക്തി മാത്രം മതിയായിരുന്നു. രണ്ടാമതായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നത്, ഈ ഡോക്ടറുടെ ഒരു പ്രത്യേകത, രോഗി എങ്ങനെയാണ് ചികിത്സ നടത്തുന്നത് നന്നായിട്ട് ആരായുമായിരുന്നു. നിനക്ക് പണമുണ്ടോ, നീ എങ്ങനെയാണ് നിൻ്റെ ചികിത്സ നടത്തുന്നതെന്ന് ഓരോരുത്തരോടും ശ്രദ്ധിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എൻ്റെ കൂടെ കിടന്ന ഒരു ചെറുപ്പക്കാരനായ 19 വയസ്സുള്ള സുജിത്ത് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. അവൻ്റെ ഒരു പ്രത്യേകത, അവൻ ആർട്സ് കോളേജിൽ പഠിക്കുകയാണ്. അവനിങ്ങനെ ഡോട്ടുകളിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫോട്ടോ പോലെ ചിത്രമാക്കി ഇറങ്ങി വരും. വരകളല്ല, ഡോട്ടുകൾ മാത്രം ഇട്ടുകൊണ്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ അവനിങ്ങനെ വീടുകളിൽ കുറേ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അവനൊരു ദിവസം എടുത്തുകൊണ്ട് വന്ന് പല ഡോക്ടേഴ്സിനെയും ഇത് കാണിച്ചു. അവസാനം ഗംഗാധരൻ സാറ് വന്നപ്പോൾ ഇതെടുത്ത് കാണിച്ചു. ഡോക്ടർ അന്ന് ഇത് എടുത്തുകൊണ്ട് പോയി. അടുത്ത ഞായറാഴ്ചത്തെ മനോരമ സപ്ലിമെൻറ്റും ഹിന്ദുവിൻ്റെ സ്റ്റേറ്റ് പേജും ഇദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക്, സുജിത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടതായ പണം ആ ആഴ്ച കൊണ്ട് തന്നെ അവിടെ എത്തുവാനായിട്ട് സാധിച്ചു. അപ്പം ഡോക്ടർ ഓരോ പേഷ്യൻസും എങ്ങനെയാണ് ചികിത്സ നടത്തുന്നത് നോക്കി. മരുന്ന് വേണമെങ്കിൽ മരുന്ന് കമ്പനിയിൽ നിർബന്ധമായിട്ട് പറഞ്ഞ് കുറപ്പിച്ചു കൊടുക്കുന്നതായ ഒരു ഡോക്ടറെ നമുക്ക് അധികം കാണാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഈ കാലത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ ബാബ തിരുമേനി പറഞ്ഞതുപോലെ ഏത് നിമിഷം വേണമെങ്കിലും ഡോക്ടറെ വിളിക്കാം.
ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഡോക്ടർ എടുത്തില്ലെങ്കിൽ രാത്രിയിൽ 12 മണിക്ക് തിരികെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും 7 മണിക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രഭാത ധ്യാനവും കഴിഞ്ഞ് ഊർജ്ജസ്വലനായിട്ട് കസേരയിൽ വന്നിരിക്കുന്ന ഡോക്ടറെ കാണും. അപൂർവമായിട്ട് 4 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രമേ ഈ ഡോക്ടർക്ക് ഉറക്കമുള്ളൂ. ഞങ്ങൾ ഈ വൈദ്യ ശുശ്രൂഷയും വൈദിക ശുശ്രൂഷയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഡോക്ടറുടെ ആ ഒരു ശുശ്രൂഷയും ഞങ്ങളുടെ ശുശ്രൂഷയും തമ്മിൽ നോക്കുമ്പോൾ ഒത്തിരി വ്യത്യസ്തതകൾ ഉണ്ടാകും. ഞങ്ങൾക്ക് അത്രയും അർപ്പണമില്ലല്ലോ എന്ന് പലപ്പോഴും ഇതിനെക്കുറിച്ച് തോന്നിപ്പോകും. ഡോക്ടറുടെ ആ ഒരു വൈദ്യ ശുശ്രൂഷ രംഗത്ത് ദൈവം നൽകിയ ഈ ഒരു അത്ഭുത സിദ്ധി ഈ കേരള ജനതയ്ക്ക് ആകമാനം ഇന്ത്യയിൽ തന്നെ ഡോക്ടർ വി പി ഗംഗാധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻ്റ് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആ ഡോക്ടറുടെ ദൈവ സ്പർശമുള്ള ആ ഒരു കരങ്ങളാണ്, ആ ഒരു മനസ്സാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അവാർഡ് നൽകുവാൻ ഈ പ്രത്യേകിച്ച് മാർ തേവോദോസിയോസ് എന്ന മനുഷ്യസ്നേഹിയുടെ പേരിലുള്ള അവാർഡ് തികഞ്ഞ മനുഷ്യസ്നേഹിയായിരിക്കുന്ന ഈ ഡോക്ടർക്ക് നൽകുവാൻ നടത്തിയ തീരുമാനത്തെ ഈ ബദനി സമൂഹത്തെയും അനുമോദിച്ചുകൊണ്ടും ബഹുമാന്യനായ ഡോക്ടർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. അച്ഛൻ്റെ സാക്ഷ്യം ഹൃദയസ്പർശിയാവുന്നു. ഏറ്റവും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമനസിനെ അവാർഡ് സമർപ്പണത്തിനായി ഭക്തി ആദരപൂർവ്വം ഈ അവസരത്തിൽ ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിനായി ആരാധ്യനായ ഡോക്ടർ വി പി ഗംഗാധരനെ സവിനയം ക്ഷണിക്കുന്നു. Bethania 2014 presented to Dr. V.P. Gangadharan, an eminent oncologist of South India and the founder of the Cochin Cancer Society, Rani Penna, 2014 August 5th, Beniasam Superior Signature. ഇതോടൊപ്പം തന്നെ ഈ മാസം 7-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് ഡോക്ടർ ജന്മദിനമാണ്. ആ ജന്മദിനത്തിൻ്റെ ആശംസയും കൂടെ ഈ അഡ്വാൻസ് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഈ അവാർഡ് ഡോക്ടർക്ക് ഞാൻ സമർപ്പിക്കുന്നു. 'സേവനം എന്നത് തൻ്റെ ജീവിത ലക്ഷ്യമാക്കി മാറ്റിയ ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ വി പി ഗംഗാധർ സാറിനെ മറുപടി പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയ വൈദ്യശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ടവർ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സദസ്സിൽ വന്നിരിക്കാനും നിങ്ങളുടെയൊക്കെ ആദരവ് ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതും ഞാൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ധാരാളം വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തന്നെ അത് ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള സന്തോഷമുണ്ട്. എനിക്ക് ആ ഒരു സന്തോഷം തുടങ്ങുന്നതാണ്, ഞാൻ ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ മാറി ഞാൻ നല്ല മനോഹരമായ ആ സ്ഥലം കണ്ടപ്പോൾ പാലം കഴിഞ്ഞ ഉടനെ ഞാൻ കാറ് നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മുകളിലെ വീട്ടിൽ നിന്ന് അമ്മച്ചി ഓടി വന്നിട്ട് ചോദിച്ചു, ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ഒരു 1-1.5 വർഷം മുമ്പ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങൾ അങ്ങനെ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളാണ് ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ തോന്നാറുണ്ട്. കാരണം നമുക്ക് സ്നേഹിക്കാൻ ധാരാളം ആൾക്കാരും നമ്മളെ സ്നേഹിക്കാൻ അതിലുപരി ആൾക്കാരുമുള്ള
ഒരു ജീവിതമാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നാറ് എപ്പോഴും. അവിടെ ഒരുപക്ഷെ നിങ്ങളാരും കാണാത്ത പല ജീവിതങ്ങളും മുഖങ്ങളും ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഇവിടെ നൽകിയ ഈ തുക ആർക്ക് നൽകണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ അവരൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോകമെന്നും എന്താണ് ജീവിതം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ആ ഒറ്റ ഉദാഹരണം മതി. ഇന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ 5ാം നിലയിൽ ബോംബെയിൽ നിന്ന് ചേക്കേറിയ ഒരു ചെറിയ കുടുംബമുണ്ട്. ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗ്രഹനാഥന് ലുക്കീമിയാണ്. ഒരുമാതിരി കയ്യിലുള്ള പണം മുഴുവൻ ബോംബെയിലെ പല ആശുപത്രിയിലുമായിട്ട് അത് ചെലവാക്കി കഴിഞ്ഞു. ഭാര്യ ഒരു സീനിയർ നേഴ്സാണ്. 2 മക്കൾ. ഒരാൾ മൂത്ത മകൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. രണ്ടാമത്തത് മകളാണ്. മകൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഞാൻ കാണുന്നത് ഒരു 3 ആഴ്ച മുമ്പാണ്. ഒരു അരമണിക്കൂർ ഞാൻ സംസാരിച്ചപ്പോഴേ ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇവരെ സഹായിച്ചേ മതിയാവുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ 12ാം ക്ലാസ്സുകാരൻ അവൻ്റെ ഈ വർഷത്തെ പഠിത്തം ഉപേക്ഷിച്ചു. 10ാം ക്ലാസ്സുകാരി അവളുടെ ഈ വർഷത്തെ പഠിത്തം ഉപേക്ഷിച്ചു. കാരണം അച്ഛനെ ചികിത്സിക്കാനായിട്ട് അമ്മയും അച്ഛനും ഈ കുട്ടികളും കൂടെ നാട്ടിലേക്ക് വന്നപ്പോഴേ അവർ രണ്ടുപേരെ പഠിത്തം വഴിമുട്ടി. ആ കിടക്കെ കിടന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രോഗി പറയും, അവന് ഞാൻ ഇക്കൊല്ലം പഠിക്കണ്ടെന്ന് പറയാൻ കാരണം അവന് IIT-യിൽ തീർച്ചയായും കയറാൻ സാധ്യതയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ഇക്കൊല്ലം അവൻ പോയി പരീക്ഷ എഴുതിയാൽ ശരിയാവില്ല, അതുകൊണ്ട് അടുത്ത വർഷം എഴുതിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലായിരിക്കും. ഉച്ചയ്ക്ക് ഇവർ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ഊണ് വാങ്ങിച്ചിട്ട് ആ 3 പേരും കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പൈസയില്ല. പറയില്ല, പക്ഷെ ആരോടും പറയില്ല. ഒരു മീൻ, ക്യാൻറ്റീനിലെ മീൻ വളരെ ചെറിയൊരു മീൻ കഷ്ണം വാങ്ങിച്ച് ഒരു 3 പേരും കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടാണ്. ആ 12 വയസ്സുകാരൻ പലപ്പോഴും രാവിലെ അവൻ്റെ പ്രഭാത ഭക്ഷണം അവൻ ഉപേക്ഷിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന എന്ത് മെച്ചമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല, എനിക്ക് വേണ്ട. പക്ഷേ പിന്നീട് ആ അമ്മ വന്ന് പറഞ്ഞു, അവന് അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ അങ്ങനെയെങ്കിലും കുറേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് 2 പേരും കഴിക്കുന്നത്, 2 മക്കളും കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ്, ഉച്ചക്കത്തെ ഭക്ഷണം മാത്രമാണ്. ഇതൊരു കഥയല്ല, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യൻ തന്നെ പറയും. അദ്ദേഹം പോയി അവൻ്റെ പോക്കറ്റിൽ ഒരു 10,000 രൂപ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പൈസയല്ല, നിങ്ങളുടെ 2 പേരുടെയും ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള പൈസയാണെന്ന് ഇട്ട് കൊടുത്തിട്ട് പോകുന്നു. ഞങ്ങളതുപോലെ അവർ ചികിത്സയ്ക്കുള്ള പൈസ കുറേ ഞങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞു. എന്നാലും ഇവനെ എങ്ങനെ ഇക്കൊല്ലം ക്ലാസ് കളയാതെ 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിപ്പിക്കാമെന്ന് ഞങ്ങൾക്ക് ഒരു ഊഹമില്ല, സാധിക്കില്ല. കാരണം 2 പേരും ഒരു വർഷം പോയാൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്കാണ് ഇന്ന് ഇവിടെ ഈ ബദന്യാശ്രമത്തിൽ നിങ്ങൾ തരുന്ന 25,000 രൂപ എത്തിച്ചേരാൻ പോകുന്നത്. തീർച്ചയായും ആ 25,000 രൂപ തന്നെ അവർക്ക് വലിയ കാര്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അടുത്ത കുറേ ദിവസങ്ങളിലേക്ക് അവർക്ക് ജീവിക്കാനുള്ളൊരു തുകയായിട്ട് തന്നെ അത് കഴുത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോട് തന്നെ ആ തുക ഞാൻ അവർക്ക് വേണ്ടി തന്നെ കൊടുക്കാൻ തീരുമാനമെടുക്കുകയാണ്. ഇതുപോലൊരു മറ്റൊരു മുഖം ഞാൻ മിനിഞ്ഞാന്ന് കാരിത്താസ് അച്ചടിക്കുമ്പോൾ കണ്ടു. ഇന്ന് ഇവിടെ പറയാൻ കാരണം നമ്മുടെ ബഹുമാന്യനായ മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് അജയ് കോച്ചിരിക്കുന്നതുകൊണ്ടാണ്. 7 മക്കളുടെ അമ്മയായ ഒരു വൃദ്ധയായ സ്ത്രീ, ഒരു വീട് തീക്കോയിലാണ്. അവർക്ക് കുടലിൽ ക്യാൻസറായിരുന്നു.
ചികിത്സ കഴിഞ്ഞു, ചികിത്സിച്ചു പോയി. ഈ കഴിഞ്ഞ ദിവസം കൂടെ വന്നത് ഒരു വൃദ്ധസദനത്തിലെ ഒരു സ്ത്രീയാണ് കൂടെ വന്നത്. ഞാൻ ചോദിച്ചു എന്താണ്, വേറെ ആരും കൂടെ ഇല്ലെന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പോൾ ഉടനെ ഒരു കരഞ്ഞു തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, 7 മക്കളും എൻ്റെ ചുറ്റും താമസിക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് 6 മക്കൾ താമസിക്കുന്നുണ്ട്. ഈ തീക്കോയിൽ 6 പേര് ചുറ്റും താമസിക്കുന്നുണ്ട്. ഒരു മകൾ മാത്രം കുറച്ച് ദൂരെ. പക്ഷേ ഈ 6 പേരുടെ നടുവിൽ അവസാനം ഒരു വൃദ്ധസദനത്തിൽ താമസിക്കേണ്ട ഗതികേടാണ് എനിക്ക് വന്നതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത വഴി എന്നോട് പറഞ്ഞതാണ്, ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്, എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ തീർച്ചയായും കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പണിതൊരു വീടുണ്ട്, ആ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്, മറ്റു വൃദ്ധസദനത്തിൽ മാത്രം. പക്ഷേ ആ വീട്ടിൽ പോലും എനിക്ക് താമസിക്കാൻ സാധിച്ചില്ല. വീട്ടിലാണ് ഏറ്റവും അവസാനം പോയി താമസം തുടങ്ങിയത്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന മകൻ പറഞ്ഞു, എൻ്റെ കൂടെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ അധികം താമസിക്കാതെ കയ്യും കാലും കെട്ടി ഒരു പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിന്നെ വിടുമെന്ന് പറഞ്ഞു. അന്ന് ആ വീട് ഇറങ്ങേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണൊരു പക്ഷേ ഞാൻ എഴുതിയും ഞാൻ കണ്ടമായ ഈ ജീവിതമെന്ന അത്ഭുതം. ആ അത്ഭുതത്തിൻ്റെ മുമ്പിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ അത് ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് വന്നില്ലെങ്കിൽ ഞാനൊരു പക്ഷേ ഒരു മനുഷ്യനായിരിക്കില്ല. ആ ഒരു മാറ്റമായിരിക്കാം കുറച്ചെങ്കിലും എന്നെ ഒരു മനുഷ്യനാക്കാൻ സാധിച്ചതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അതിനെ വഴിതെളിയിച്ച ദൈവത്തിനോട് നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ ഇത് ഇന്ന് ഇവിടെ നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കാനും ഇത് ഇത്രയും ഒരു ആദരണീയമായ സദസ്സിന് മുമ്പിൽ നേടാനും സാധിച്ചുള്ള ഒരു സന്തോഷം മറ്റൊന്നാണ്. കാരണം എൻ്റെ ജന്മദിനം ഇന്നാണ്. ഞങ്ങൾ നാൾ നോക്കുന്നവരാണ്. നാൾ പ്രകാരം എൻ്റെ 60ാം പിറന്നാളാണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ പിറന്നാളിൽ ഇങ്ങനൊരു സദസ്സിൽ പ്രത്യേകിച്ചും ദൈവത്തോട് വളരെ 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 അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും അടുത്തിരുന്നുകൊണ്ട് തന്നെ ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചാലും കുറച്ച് സമയം ചിലവാക്കാൻ സാധിച്ചാലും ദൈവത്തിനോട് നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം.